ട്രെയിലറിലൊക്കെ വളരെ മോശമായിട്ട് കമന്റുകൾ ആളുകൾ ഇട്ടിരുന്ന നാടകീയതാണ്. പക്ഷെ അങ്ങനെയല്ല, പടമായിട്ട് വന്നപ്പോൾ നല്ല എന്തായാലും കയറും. മഴയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കയറുന്നു, നല്ല ഉറപ്പുണ്ട്. കോമഡി ഉണ്ട്, ചിരിക്കാനുണ്ട്. എന്തായാലും കണ്ടു നോക്ക്, ഞാൻ നോണ പറയണല്ല. ഏതാ നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. സൂപ്പറാ. ഏതാ എല്ലാവരും നന്നായിട്ടുണ്ട്. ഏതാ കുടുംബസ്ത്രീയും കുഞ്ഞാടും കേട്ടാ. പടം കുഴപ്പമില്ലായിരുന്നു, നല്ല പടമായിരുന്നു. കുടുംബശ്രീയും കുഞ്ഞാടും ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന പടമാണ് അത്. കുടുംബശ്രീയും കുഞ്ഞാടും ഈ സിനിമ കാണാൻ പ്രധാന കാരണം, ഞാനിപ്പോൾ സുരേഷ് തിരുവല്ല എന്ന് പറയുന്ന ഡയറക്ടർ 4ാമത്തെ പടം കെട്ടുകാഴ്ചയിൽ സെൻട്രൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്നോടൊപ്പം ചെയ്ത സരിത രാജീവ് എന്ന് പറഞ്ഞ പാട്ടുകാരി, ചിത്രയെ പോലെ പാടുന്ന പാട്ടുകാരിയാണ് സരിത രാജീവ്. പുള്ളിക്കാരത്തി ഇതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസിൽ എൻ്റെ കൂടെ ചെയ്തിരുന്ന സാജു നവോദയ, നമ്മുടെ ഭാഷണ ഷാജി, അദ്ദേഹമുണ്ട്. പിന്നെ സൂപ്പർ ജിംനി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന അനു പുരുഷോത്തമ സിനിമയിൽ ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിൽ എന്നോടൊപ്പം ചെയ്ത ജയേഷൻ ചേട്ടൻ ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളുള്ളതുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ കാണാനായിട്ട് വന്നു. പക്ഷേ ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ പലരുടെയും കുടുംബങ്ങളിൽ, നമുക്കറിയാമെന്നുള്ള പല കുടുംബങ്ങളിൽ നടക്കുന്ന ചില ഇൻസിഡൻസാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ ശരിയാകത്തില്ല. ആ ഇൻസിഡൻസുകളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ നാട്ടുകാരനാണ്, തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ചിറയൻകീഴുള്ളതാണ് SP മഹേഷ് സാറ്. അപ്പോൾ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഹൃദയസ്പർശിയായിട്ട് പലപ്പോഴും ഇന്ന സാധനങ്ങൾ നമ്മുടെ ലൈഫിന് ബന്ധപ്പെട്ടതാണല്ലോ നമുക്കറിയാമെന്നുള്ള കഥയാണ്. അപ്പോൾ അതിന് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈനറായിട്ടാണ് കുടുംബശ്രീയും പിന്നെ കുഞ്ഞാടും അല്ലേ. നല്ലൊരു ഫിലിമാണ്. അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് എഡിറ്റിംഗാണ്. നല്ല കറക്റ്റ്, നല്ല സൂപ്പർ എഡിറ്റിംഗാണ്. ഞാനിപ്പോൾ ഫിലിം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഡയറക്ഷൻ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ നല്ല ഡയറക്ഷൻ, നല്ല എഡിറ്റിങ്, നല്ല വിഷ്വൽസ്, നല്ല ഫോട്ടോഗ്രാഫി, ക്യാമറ പ്രത്യേകിച്ച് എടുത്ത് പറയണം. നല്ല രീതിയിൽ തന്നെയാണ് സാധനം ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ധ്യാനൊക്കെ ഗംഭീരമായിട്ട്, അത് അജയൻ, നമ്മുടെ ബക്രുചേട്ടൻ എൻ്റെ വാട്സപ്പിൽ ഭയങ്കര കമ്പനിയാണ്. ബക്രുചേട്ടൻ നല്ല ഗംഭീരമായിട്ട് ബക്രുചേട്ടൻ അത് ചെയ്തിട്ടുണ്ട്. ആരെ പ്രത്യേകിച്ച് പിന്നെ എനിക്കൊന്നും ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണെന്ന് തോന്നുന്നത്, പീറ്റർ, അത് അദ്ദേഹം അല്ലേ, ബെന്നി പീറ്റർ, അദ്ദേഹം തന്നെയാണ് ലീഡ് 3-4 പേരുണ്ട്. പക്ഷേ ഒരു ന്യൂ കമർന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല, നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ കൂടെ പ്രൊമോട്ട് ചെയ്യണമല്ലോ. നിങ്ങളൊക്കെ നാളെ കയറി വരേണ്ടതല്ലേ. അപ്പം നമ്മുടെ സീനിയേഴ്സിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ മുൻനിര നടന്മാരോടൊപ്പം തന്നെ നമ്മുടെ പുതുമുഖങ്ങൾക്കും എല്ലാം അവസരങ്ങൾ കൊടുക്കണം, അവരെയും കയറ്റിക്കൊണ്ടുവരണം. അങ്ങനെ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞ പോലെ കിങ് മേക്കർ, അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഞാനും പ്രൊഡക്ഷൻ ഹൗസൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ അപ്പോൾ ഞാൻ കൂടുതലും ന്യൂ കമേഴ്സിനായിരിക്കും സാധ്യത കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനെ എല്ലാ ഫീൽഡും ഞാൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കാണണമെന്ന് എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടാണ് വന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ, ഭയങ്കര മാസ് പടങ്ങൾ കമ്പയർ ചെയ്യരുത്. പല കാറ്റഗറിയിലുള്ള ജോണറിലുള്ള പടങ്ങൾ വരുമ്പോൾ ഇതൊരു ഫാമിലി എൻ്റർടൈനറാണ് കുടുംബശ്രീയും കുഞ്ഞാടും എന്ന് പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. കണ്ടിട്ട് അഭിപ്രായം പറയുന്നു.